എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ജന്തുവാണിത്. ആന കേട്ടോ, ആ മനുഷ്യനല്ലേ. ഇത് ഗംഭീരമായിട്ട് കാണുക വേണേ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു പൂരത്തിനിടയ്ക്ക് ആനപ്പാപ്പാനായിട്ട് വന്ന ഒരു മനുഷ്യൻ നോമ്പ് തുറക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോമ്പ് തുറക്കുന്ന ദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊരു വേറെ കേരള സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കേണ്ടത് അയാളങ്ങനെ നോമ്പ് തുറക്കണമെങ്കിൽ, ആ പൂരപ്പറമ്പ് വെച്ച് നോമ്പ് തുറക്കണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു ഹിന്ദുവല്ല, മുസ്ലിമാണ്. 100% മുസ്ലിമാണ്. ആ മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ ആ നോമ്പ് തുറക്കാൻ വേണ്ടി ആ സഹായം നൽകുന്ന ആരാണ്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പൂര കമ്മിറ്റിക്കാരാണ്, ആ അമ്പല കമ്മിറ്റിക്കാരാണ്. ഈ മനുഷ്യനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ചയല്ലേ സുഹൃത്തുക്കളെ. ഇതിനടിയിലത്തെ കമന്റുകളൊക്കെ നോക്കൂ. ഇതാണ് ശരിക്കും കേരള സ്റ്റോറി. അപ്പൊ ഞാനിങ്ങനെ വേണ്ട, ഇതെങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും കേരള സ്റ്റോറി. മോനെ നീയാണ് ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളുണ്ട്. സൈനിക പൂരം കഴിഞ്ഞ് പൈസ കൊടുത്താൽ ഒന്ന് എണ്ണി നോക്കത്തില്ല. ഒരൊറ്റ ചോദ്യം, പറഞ്ഞ പൈസ ഇല്ലേ? ഇതാണ് ഞങ്ങൾക്കുള്ള അനുഭവം. മോനെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. മിണ്ടാപ്രാണികളുടെ കാൽപാദത്തിനരികിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, അത് റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ, അതും ഈ ഒരു അമ്പല പരിസരത്ത് നിന്നിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു ഭാഗ്യമില്ലേ? ഇതൊക്കെ മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ മുഴുവൻ പോസിറ്റീവ് കമന്റുകൾ മാത്രം. മഹാഭാഗ്യം, സംഖ്യക്കോമരങ്ങളെ ഒന്നും കാണാനില്ല. ഒന്നുകൂടി പറഞ്ഞേക്കേട്ടോ, ആ പൂരപ്പറമ്പിലും പൂര കമ്മിറ്റിക്കാരും അമ്പല കമ്മിറ്റിക്കാരും കൂടി സംഖ്യക്കോമരങ്ങളല്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി കൂടി അവിടെ നടന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു പൂരപ്പറമ്പിലേക്ക്, അമ്പലമുറ്റത്തേക്ക് ആനയെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മുസ്ലിമാണ്. മനസ്സിലാവുന്നുണ്ടോ ഉത്തരേന്ത്യൻ സംഖ്യകൾക്കൊക്കെ? ഉത്തരേന്ത്യൻ സംഖ്യകൾക്ക് മലയാളം അറിയില്ല, എനിക്കച്ച ഹിന്ദി വലിയ പിടുത്തമില്ല. എന്ത് ചെയ്യും? ഇനിയിപ്പോ ഇംഗ്ലീഷ് പറഞ്ഞു വയ്ക്കുക. അവന്മാർക്ക് 5 വയസ്സിക്ക് ബോധം ഉണ്ടാവില്ല. ആകെ കുറെ പാൻപരാഗം ചവച്ച് തുപ്പിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുപ്പി നിറയ്ക്കാനും ചാണകം തിന്നാനും പശുവിന്റെ മൂട്ടി പോയിട്ട് അവിടുന്ന് വരുന്ന പാലല്ല കേട്ടോ, മൂത്രം നാട്ടുകാരെ കൊണ്ട് കുടിപ്പിക്കാനും, അത് വെച്ചിട്ട് പണ്ടങ്ങാണ്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് നാട്ടുകാരെ തല്ലിക്കൊല്ലാനും മാത്രം പറയുന്ന ഒരു ടീമാണ് ഈ ഉത്തരേന്ത്യ സംഖ്യകള്. അതുകൊണ്ട് അവരോടൊപ്പം ഒരു ഭാഷയിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ അവന്മാരുണ്ട്, അവന്മാരെ പോലെ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരും എന്നുള്ളൊരു സൂചന എവിടൊക്കെ കെടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഉപദേശമായിട്ട് ഞാൻ പറയുന്നുണ്ട്. സൂക്ഷിച്ചോളി, അടുത്ത ഇലക്ഷനാ വരാൻ പോണേ. മാന്യമാർക്ക് കണ്ടു അറിഞ്ഞൊക്കെ കുത്തിക്കോളി. VD സജീനെ പോലെ ആളുകളൊക്കെ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ കേരളം മുഴുവൻ അമ്മമാരെ കയ്യിൽ കൊണ്ടുകൊടുക്കും. പണ്ടങ്ങാണ്ട് ഏതൊരു ഗുരുജിയ വഡ്ഗവറ എന്ന് പറയുന്ന RSSന്റെ നേതാക്കന്മാരുടെ അവിടെ കൊണ്ടുപോയിട്ട് ദീപം കത്തിച്ചവനാ. ഒരു മടി ഉണ്ടാവില്ല RSSകാരുടെ കയ്യിലേക്ക് നമ്മുടെ ഈ കേരളത്തെ കൊടുക്കാൻ. അത് ഇതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ഇനിയിപ്പോ അത് പറഞ്ഞ് എനിക്ക് വലിയ വിഷമം ഒന്നാവണ്ട. ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നത് വേറൊരു സംഗതിയാണ്. എന്തായാലും ഇതെല്ലാം കണ്ടപ്പോ നമുക്കൊന്നും തോന്നിയില്ലല്ലോ, നിങ്ങൾക്കൊന്നും തോന്നില്ല. എത്ര സുന്ദരമായ കാഴ്ച, കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന, കണ്ണിന് വളരെയധികം നനവൂറുന്ന, സന്തോഷം തോന്നുന്ന കാഴ്ചയാണല്ലോ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക. ഏതൊരു ചെങ്ങയ്യത കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നു, തൊട്ടടുത്ത് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ ചായ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെള്ളമാണെന്നറിയില്ല, ജ്യൂസാണെന്നറിയില്ല, അതൊക്കെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ അമ്പല കമ്മിറ്റിക്കാര്. ഭംഗിയുള്ള കാഴ്ചയല്ലേ? ആണെന്നേ. ഇനിയിപ്പോ ഏതാ? പാതൂർ പുതുക്കാവ് ക്ഷേത്രമാണ്. ക്ഷേത്ര കമ്മിറ്റിക്കാരെ, ഭാരവാഹികളെ, സന്തോഷം. നിങ്ങളെ ഓർത്ത് ഞാനും കേരളക്കാരും ഈ ഒരു നിമിഷത്തില് അഭിമാനിക്കുന്നു. ഇങ്ങനത്തെ ഒരു നിമിഷം ഉണ്ടാക്കി വെച്ചതിന്. എന്തായാലും ആനയുടെ പാപ്പാൻ നോമ്പ് തുറക്കുന്ന കാഴ്ച. അക്കരമേൽ ശേഖരൻ എന്നാണ് ആനയുടെ പേര്. അക്കരമേൽ ശേഖരൻ എന്നാണ് ആനയുടെ പേര്. ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ രാവിലെ നേരെ വിളിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ എന്തിലൊക്കെ തോന്നും. ആ ചില ആളുകളെ പേര് എന്റെ പൊന്നു സുഹൃത്തിലെ ശശികല ടീച്ചർ എന്നാണ്. രാവിലെ തന്നെ വിഷം വിളമ്പാൻ ഇറങ്ങുന്ന ഒരു ജന്തു ശശികല ടീച്ചർ എന്നാണ്. നോക്കൂ, ആയമ്മ എഴുതിയിട്ടൊരു വാക്ക് ഇങ്ങനെയാണ്. അവർക്ക് ഇതിലും വർഗീയത കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ പുലരും മുമ്പ് കാത്തിരിക്കുമ്പോൾ വെറുതെ ഫോൺ മാന്തിയപ്പോൾ ഗുരുവായൂരിൽ നിന്നുള്ള മതേതരത്വത്തിന് ഒരു ആനച്ചന്ത ഓടി വന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ മതേതരത്വം സ്വാഭാവികമായ ഒന്നാണ്. പക്ഷേ അതിലും വലിയ ഒരു മതേതരത്വം ആനക്കതിൽ വരികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആന മാനേജർ റിയാസ്, ആനപ്പാപ്പാൻ സൈനുദ്ദീൻ, എന്നിട്ട് മാനശേഖരൻ തന്നെ. അതല്ലേ യഥാർത്ഥ മതേതരത്വം? എങ്ങനെയുണ്ട്? ആനയുടെ മാനേജർ റിയാസ്, ആനപ്പാപ്പാന് സൈനുദ്ദീൻ. റിയാസും സൈനുദ്ദീനാണ്, മുസ്ലിങ്ങളാണ്.
പിന്നെ എന്തിനാണ് ആനയ്ക്ക് ശേഖരൻ തന്നെ പേര് മാത്രം ഇട്ടേ എന്നാണ് നമ്മുടെ സംശയം. എന്റെ പൊന്നു സുഹൃത്തിലെ, മാനേജറെയും സൈനുദ്ദീനെ മാത്രം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ഇതിന് ഉടമസ്ഥ നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? അപ്പോ ആയ്മ പറയുന്നത് ഈ മാനേജർ സൈനുദ്ദീൻ പോലെ തന്നെ എന്താ പറയാ, റിയാസ് എന്നോ എനിക്ക് ജമാൽ എന്നൊക്കെ ഒരു പേര് ആനയ്ക്ക് ഇടണ്ടേ എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ ചോദിക്കുന്നത്. പ്രേമിച്ച് പിന്നാലെ നടന്ന് നീയില്ലാതെ ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് ടൈപ്പ് മെഴുകലൊക്കെ നടത്തി അവസാനം കെട്ടിക്കേറ്റി കൊണ്ടുപോകുമ്പോൾ രാധയോ ലക്ഷ്മിയോ ഗൗരിയോ സീതയോ പേരെന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം മാറ്റി നബീസയും സൈനബയും ആക്കുന്നവർക്കിടയിൽ ആന ശേഖരനായി തന്നെ തുടരുന്നതല്ലേ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട യഥാർത്ഥ മതേതരത്വം എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോഴും ഈ വിഷയത്തിലും വർഗീയത മാത്രം കണ്ടെത്താൻ കഴിഞ്ഞ എന്റെ പൊന്നു ടീച്ചറെ നന്ദി, നമസ്കാരമുണ്ട്. നിങ്ങളെ പറ്റിയിട്ട് ഓരോ ദിവസവും നിങ്ങൾ എത്രത്തോളം വിഷമാണ് നിങ്ങളെ മനസ്സിലുള്ളതെന്ന് നമ്മുടെ കേരളക്കരയിലുള്ള ആളുകളെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയതിന് വളരെയധികം സ്നേഹമുണ്ട്, വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവും, നിങ്ങളൊക്കൊപ്പം നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ തലച്ചോറ് വർഗീയവൽക്കരിക്കപ്പെട്ടിട്ട് ഇവിടെയുള്ള ജനങ്ങളുമായിട്ടൊരു സ്നേഹവുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് തങ്ങൾ എത്തുമെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നതിനാൽ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥം. എങ്ങനെയുണ്ട്? എന്തായാലും ഇവിടെ ആയമ്മ ചോദിക്കുന്നത് ഈ ആനയ്ക്കെന്താ മുസ്ലിം പേരിട്ടാന്നുള്ളതാണ്. ആനയ്ക്ക് മുസ്ലിം പേരുണ്ടെങ്കിൽ മിക്കവാറും ആനേനൊക്കെ കൊണ്ടുപോകേണ്ടത് വല്ല മുസ്ലിം ഉടമസ്ഥനായിരിക്കും. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഹിന്ദു ഉടമസ്ഥന്മാരായിരിക്കും മിക്കവാറും ഇതൊക്കെ വാങ്ങിച്ചിരുന്നത്. ഏതെങ്കിലും അമ്പല കമ്മിറ്റി മറ്റൊക്കെ ആയിരിക്കും ആദ്യം ആനയെ വാങ്ങിക്കുക, അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നല്ല. ഇനിയിപ്പോ മുസ്ലിം പേരിട്ടെന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കും? നിങ്ങൾ സ്വീകരിക്കുമോ? ഇനിയിപ്പോ എന്താ പറയാ, അടുത്ത ദിവസം ഇവന്റെ പേരെങ്ങാണ്ട് റിയാസ്, ആന റിയാസ്, കോരക്കകത്ത് റിയാസ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആനയെ നിങ്ങൾ സ്വീകരിക്കുമോ ആവോ? ഇത്ര കാലമായിട്ട് ഇനിയിപ്പോ ആനയ്ക്ക് അങ്ങനത്തെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ തടം പേറ്റുന്ന റിയാസ് എന്നുള്ള ആനയോ മുസ്ലിം ആനയോ, മുസ്ലിം ആനയുടെ എന്താ പറയാ തലയുടെ പുറകില് എന്താണ് തടം പേറ്റുകയോ ഭഗവതിയുടെ തടം പേറ്റുകയോ ഇതൊക്കെ നടക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പുതിയ വർഗീയ വർത്തമാനായിട്ട് താങ്കളെപ്പോൾ ആളുകൾ വരില്ലേ? 100% വരും. ഇതാ കേരളത്തിൽ ആനയെപ്പോലും വർഗീയവൽക്കരിച്ചിരിക്കുന്നു, ഇതാ മുസ്ലിം പേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് ഇടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല സുഹൃത്തുക്കളെ? ആയമ്മ പോസ്റ്റ് ഇടില്ലേ? ശശികല ടീച്ചർ ആണെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് വരും, അത് നമുക്ക് കാണേണ്ടി വരും. അത്രയ്ക്ക് വർഗീയ വിഷമാണ് ഇവരെ തലച്ചോറിനുള്ളിലുള്ളതെന്നുള്ളതാണ്. എന്തൊരു വർഗീയ വിഷമാണോ, എനിക്കത് എന്താ പറയാ, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരി വർഗീയതാണല്ലോ ഇവരെ തലച്ചോറിൻ്റെ ഉള്ളിലൊക്കെ എന്നുള്ളതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഇത്ര കാലമായിട്ടുള്ള ആനയ്ക്ക് ജോലിയായിട്ട് വന്നതാണ് ആ ചങ്ങാതി. ജോലിയാണ് അയാളുടെ ജോലിയാണ്. ആ ജോലിയുടെ ഭാഗമായിട്ട് അയാൾ അതിന്റെ ആനപ്പാപ്പാനാവുന്നു. ജോലിയുടെ ഭാഗമായിട്ട് ചിലർ അതിന്റെ മാനേജർ ആവുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? കേരളത്തിൽ എന്താ പ്രശ്നം? ഇനി ഹിന്ദുക്കൾ തന്നെ വളർത്തുന്ന, ഹിന്ദുക്കൾ തന്നെ ആനപ്പാപ്പനായ, ഹിന്ദുക്കൾ തന്നെ മാനേജറായ, ഹിന്ദുക്കൾ തന്നെ ഉടമസ്ഥനായ ആനയെ മാത്രമേ നിങ്ങളൊക്കെ ഇനിയിപ്പോ വിളിക്കുള്ളൂ? അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ? അങ്ങനെ വല്ല സൂചന നൽകുകയാണോ ആയമ്മ? എന്റെ സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സിമ്പിളായിട്ട് ഇവര് വർഗീയതണ്ട് കുത്തിക്കറ്റി പാണ്ടാറെടുക്കുന്ന ആലോചിക്കേ. എന്തൊരു നശിപ്പ ആളുകളാണിത്. കേരളത്തിന്റെ മതേതരത്വ സ്വഭാവം, സൗഹൃദ സ്വഭാവം മുഴുവൻ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. ഇതുകൊണ്ടൊക്കെ മനസ്സിലാവും ഇവറ്റകളൊക്കെ എന്തോരം എന്താ പറയുക വിഷമാണ് ഇവരൊക്കെ തലച്ചോറിന്റെ ഉള്ളിൽ നിന്നെങ്കിലും മനസ്സിലാക്കും. ഏതെങ്കിലും ജോലി എടുക്കാൻ പോലും ഇവർ അനുവദിക്കുന്നില്ലെന്നേ മുസ്ലിം ജനതയെ. ആ പാവൻ ചെങ്ങാതി മുസ്ലിമാണ്, മാപ്പിളയാണ്. അയാളെ നോമ്പൊക്കെ പിടിച്ചിട്ട് അമ്പലത്തിക്ക് വന്നിട്ടില്ല, പുണ്യമല്ലേ? അയാളെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോമ്പ് പിടിക്കുന്നു, പുണ്യമായിട്ടുള്ള മാസമാണ്. പുണ്യമായിട്ടുള്ള കാര്യത്തിന് അദ്ദേഹം വന്നത് ഒരു അമ്പലത്തിലേക്ക് തടം പാറ്റാൻ വേണ്ടിയിട്ട് തന്റെ ആനയെ കൊണ്ടുവന്ന പുണ്യമായ കാര്യമല്ലേ? അയാളുണ്ട് എല്ലാവരും കുറ്റം പറയുന്നത്? അയാളുണ്ട് ആ ഒരു പുരപ്പറമ്പിട്ട് മത്സ്യമാംസങ്ങൾ കഴിച്ച്? അല്ലല്ലോ. എന്തൊക്കെയാണ് ചില പൊരുക്കടിയിൽ മറ്റു കഴിച്ച്? അതെന്തത്ര പ്രശ്നമുള്ളത്? അപ്പൊ ജോലി എടുക്കാൻ പോലും മുസ്ലിങ്ങളെ നേരം പോലെ അനുവദിക്കില്ല. അതായത് ഇവരൊക്കെ അഭിപ്രായം പാപ്പാൻ ജോലി പോലും ആര് ചെയ്തോണം? അതും കൂടി ആര് ചെയ്യണം? ഹിന്ദുക്കൾ തന്നെ ചെയ്യണം. ഹിന്ദുവായിട്ടുള്ള ആനയെ ക്ഷണിക്കണം, ഹിന്ദുവായി ഇവരൊക്കെ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തില്ല. ഇതങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തലപ്രാന്ത് പിടിക്കുന്നുണ്ട്.
ഇജാതി ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ ലജ്ജ തോന്നുന്നു. ഒന്നുകൂടിയുണ്ട്, ഇവരൊക്കെയാണ് നമ്മുടെ കേരള സ്റ്റോറിയെ പുകഴ്ത്തുന്നത്. കേരള സ്റ്റോറി ആരെങ്കിലൊക്കെ പുകഴ്ത്തുന്നുണ്ടോ, കേരള സ്റ്റോറിയിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ആരെങ്കിലൊക്കെ പറയുന്നുണ്ടോ, അവരൊക്കെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ. ബൈ.